നമ്മുടെ സംസ്ഥാനം നേരിടുന്ന അതീവ ഗുരുതരമായ പ്രതിസന്ധിയുടെ ആഴം വ്യക്തമാവുന്നതാണ് സാർ നമ്മുടെ മുമ്പിലുള്ള ഈ ബഡ്ജറ്റ്. പ്രതീക്ഷകളും സ്വപ്നങ്ങളും കാഴ്ചപ്പാടുകൾ പോലും അവതരിപ്പിക്കാൻ ബഹുമാനപ്പെട്ട ധനമന്ത്രിക്ക് ധൈര്യമില്ലാതെ പോകുന്നൊരു ബഡ്ജറ്റാണ്. ബഡ്ജറ്റിൽ ക്ഷേമം നന്നേ കുറവാണ്, എന്നാൽ ക്ഷാമം നന്നായി ഉണ്ട് തന്നെ സാർ. പിന്നെ ഇവിടെ അവതരിപ്പിച്ച ബഡ്ജറ്റ് പ്ലാൻ എ ആണെന്നും ഇനി അവതരിപ്പിക്കാത്ത ഒരു ഹിഡൻ ബഡ്ജറ്റ് പ്ലാൻ ബി ആണെന്നും പറയുന്നുണ്ട് സാർ. ഇങ്ങനെ പറ്റുമോ? ഒരു ന്യായമായൊരു സംശയം. ഒരു സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതിയുമായി ബന്ധപ്പെട്ട വരുന്ന ഒരു വർഷക്കാലത്തേക്കുള്ള നമ്മുടെ ഒരു പ്രവർത്തന മാഗ്നാ കാർട്ടയാണ് നമ്മുടെ ബഡ്ജറ്റ്. അപ്പോൾ അതിൽ ധനമന്ത്രി പ്രസംഗത്തിൽ പറയുകയാണ് ഇത് എ ആണ്, ഇനി ഒരു ബി ഉണ്ട്, അത് വെളിപ്പെടുത്താത്തതാണ്. ഞാൻ പറയുന്നത് അതൊരു ശരിയായ രീതിയല്ല. അങ്ങനെ ഒരു ബി ഉണ്ടെങ്കിൽ അത് ഇവിടെയാണ് ചർച്ച ചെയ്യേണ്ടത്. ഈ സഭയാണ് അതിന് അംഗീകാരം നൽകേണ്ടത്. അല്ലാതെ അങ്ങനെ ഒരു ബി പ്ലാൻ അങ്ങയുടെ മനസ്സിൽ മാത്രം ഉണ്ടായാൽ പോരാ. ഇത് കോട്ടയം പുഷ്പനാഥിൻ്റെ ഡിറ്റക്റ്റീവ് നോവലൊന്നല്ലല്ലോ. എ ഒരു പ്ലാൻ, അതല്ലെങ്കിൽ അത് വിജയിച്ചില്ലെങ്കിൽ ബി ഇൻവെസ്റ്റിഗേഷൻ. നമ്മൾ പഴയ ഇവിടെ എല്ലാവരും ഒരു സിനിമാമയാണ്, എല്ലാവരും സിനിമ ഉദാഹരിച്ചു. നമ്മുടെ പഴയ CBI ഡയറക്കുറിപ്പ് പോലെ ഒരു ഡമ്മി എറിഞ്ഞു നോക്കുക, അത് എറിഞ്ഞാൽ അതാവുക, അല്ലെങ്കിൽ അടുത്ത ഡമ്മി ഇപ്പുറത്തിട്ട് നോക്കുക. അങ്ങനെ നാടിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ അങ്ങനെ പറയാൻ കഴിയില്ല. നിങ്ങൾ പ്ലാൻ ബി കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്ത് വിഭവ സമാഹരണമാണ്, അല്ലെങ്കിൽ അതുവഴി എന്ത് വികസനമാണ്? അത് ബഡ്ജറ്റിൻ്റെ ഭാഗമാണ്. ഈ ബഡ്ജറ്റ് പൂർണ്ണമാകണമെങ്കിൽ അങ്ങ് ആദ്യത്തെ ബഡ്ജറ്റിൽ പറഞ്ഞ പ്ലാൻ ബി എന്താണെന്നുള്ളത് ഈ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞ് അത് ബഡ്ജറ്റിൻ്റെ ഭാഗമാക്കണം. മറുപടി പ്രസംഗത്തിൽ പറഞ്ഞാലും മതി സാർ. പിന്നെ അത് സൂര്യോദയ ബഡ്ജറ്റ് എന്നാണ് അവകാശവാദം. ഞങ്ങൾ അസ്തമയ ബഡ്ജറ്റ് എന്നാണ്, സൺസെറ്റ് ബഡ്ജറ്റാണ് എന്ന് പറയുന്നില്ല. പക്ഷേ ഇത് സൺറൈസ് ബഡ്ജറ്റാണെന്ന് പറഞ്ഞാൽ സൂര്യഭഗവാൻ കോപിക്കും സാർ. ഇവിടെ ഉദയത്തിന് പ്രധാനമായ അടിസ്ഥാനമായിട്ട് കണ്ട കാര്യം വിഴിഞ്ഞമാണ്. ഭാവി കേരളത്തിൻ്റെ വികസന കവാടമാണ് വിഴിഞ്ഞം എന്ന് പറഞ്ഞു. നല്ല കാര്യമാണ് സാർ. ഇതിൻ്റെ പിതാവ് ഞങ്ങൾ എല്ലാവർക്കും അറിയുന്നതാണ്. ഉമ്മൻചാണ്ടി കാണിച്ച നിശ്ചയദാർഢ്യമാണ് ഈ വിഴിഞ്ഞം പദ്ധതി തന്നെ ഉണ്ടായത്. അന്ന് 6000 കോടി രൂപക്കാണ് ഈ പദ്ധതി മൊത്തം. അപ്പം നിങ്ങൾ പറഞ്ഞു ഇതിൽ 7000 കോടിയുടെ, അന്ന് സഭയിലുള്ളവർക്കറിയാം, ഇതിൽ 7000 കോടി രൂപയുടെ അഴിമതിയാണെന്ന്. അത് തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു, പക്ഷെ അത് നടന്നില്ല. ഇത് UDF അതിശക്തമായി അന്ന് ഉറച്ചു നിന്നു. ആ പദ്ധതി വന്നു. പിന്നെ ഇപ്പോൾ ഇടക്കാലത്ത് നടന്ന സമരങ്ങൾ, അത് അവിടുത്തെ തദ്ദേശീയരായ ആളുകൾ നിർമ്മാണ രംഗത്തുണ്ടായ അശാസ്ത്രീയതക്കെതിരായി സമരം ചെയ്തു. ഞങ്ങൾ ആ ജനങ്ങളുടെ കൂടെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കൂടെ നിന്നിട്ടുണ്ട്. പിന്നെ എല്ലാ കാലത്തും വികസനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഇതിലും പറയുന്നുണ്ട്, എന്ത് 8 കൊല്ലം മുമ്പത്തെ കേരളമല്ല ഇപ്പോഴത്തെ കേരളം. കൊച്ചി പഴയ കൊച്ചിയല്ല എന്ന് ഒരു ഡയലോഗുണ്ട്. അതുപോലെ കേരളം പഴയ കേരളമല്ല നിങ്ങൾ പറയണേ. കേരളം ഇങ്ങനെ പടിപടിയായി വികസിച്ച് വന്നതാണ്. അല്ലാതെ 2016 കേരളം ഉണ്ടായത് എന്ന രൂപത്തിലാണ്. ഇപ്പോൾ നൗഷാദൊക്കെ ചാനൽ ചർച്ചക്കുണ്ട് വന്ന 2016 ഇങ്ങോട്ട് എടുക്കുള്ളൂ. അതിൻ്റെ മുമ്പും കേരളമുണ്ട്. ഇടതുപക്ഷ മുഖ്യമന്ത്രിമാരെ ഉണ്ടായിട്ടുണ്ട്. പല വിധത്തിലുള്ള രാഷ്ട്രീയ പരീക്ഷണങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ 2016 കേരളം ഉണ്ടായത് എന്ന രീതിയിലുള്ള നിങ്ങളുടെ ഈ സമീപനം ശരിയല്ല സർ. സമയം വളരെ കുറവാണ്. പിന്നെ ബഡ്ജറ്റിലേക്ക് വന്നാൽ വിഭവ സമാഹരണത്തിന് വലിയ നികുതിയൊന്നും ചുമത്തിയിട്ടില്ലെങ്കിലും നിങ്ങൾ ഇപ്രാവശ്യം ചെയ്തത് ഈ കോഡ് ഫീയുടെ കാര്യത്തിലും അതുപോലെ തന്നെ രജിസ്ട്രേഷൻ്റെയും മോട്ടോർ വെഹിക്കിളിൻ്റെയും കാര്യത്തിലാണ് നികുതി കൂട്ടിയത്. അതിൽ ബഹുമാനപ്പെട്ട ധനമന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് പറയാണ്, ഈ വണ്ടി ചെക്ക് കേസ് 138 NI ആക്ട് അതൊരു ക്രിമിനൽ കേസാണ്. അപ്പോൾ തന്നോടൊരു ക്രിമിനൽ കുറ്റം ചെയ്തയാൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ ഇതിന് 138 NI ആക്ട് പ്രകാരം മജിസ്ട്രേറ്റ് കോടതിയിൽ കേസ് കൊടുത്താൽ പ്രതിയിൽ നിന്ന് നഷ്ടപരിഹാരം വാങ്ങിക്കൊടുക്കില്ല, പ്രതിക്ക് ശിക്ഷയാണ്. അയാൾ ചെയ്ത വഞ്ചനക്കുള്ള ശിക്ഷയാണ്. അത് വാങ്ങിക്കൊടുക്കാൻ ചെക്ക് കിട്ടി കബളിപ്പിക്കപ്പെട്ട പണം കിട്ടാത്ത സാധു 1 ലക്ഷത്തിൻ്റെ കേസ് കൊടുക്കണമെങ്കിൽ 5000 രൂപ കെട്ടണം. 2 ലക്ഷത്തിൻ്റെ കേസ് കൊടുക്കണമെങ്കിൽ 10000 കെട്ടണം. 3 ലക്ഷത്തിൻ്റെ കേസ് കൊടുക്കണമെങ്കിൽ 15000 കെട്ടണം എന്ന് പറഞ്ഞാൽ അത് രാജ്യത്തെ ക്രിമിനൽ ജൂറിസ്പ്രൂഡൻസിനെതിരാണ്. അത് നീക്കുന്നത് നന്നായിരിക്കും. ഫാമിലി കോർട്ട് സർ, ഏറ്റവും പാവങ്ങളായ കുടുംബത്തിൽ കലഹവും പ്രയാസം ഉണ്ടായി ഭർത്താവും മക്കളും നോക്കാതിരിക്കുന്ന അവശരായ സ്ത്രീ സമൂഹമാണ് ഈ ഫാമിലി കോർട്ടിലേക്ക് പോകുന്നത്. അവിടെയും നിങ്ങൾ ഇതുപോലുള്ള സ്ലാബ് നിബന്ധനകൾ വെച്ച് പുതിയ നികുതി കണ്ടെത്താൻ ഒരു ശ്രമം നടത്തി. അത് ആ മേഖലയെ ഒഴിവാക്കാം. വേറെ ഏതൊക്കെയോ മേഖലയുണ്ട്, ലക്ഷറിയുള്ള എത്രയോ സമ്പന്നരുടെ മേഖലയുണ്ട്, ബാറ്, അതുപോലുള്ള ഒരുപാട് സംഗതികളുണ്ട്. ഈ മേഖലയിൽ നിന്ന് ആ പാവങ്ങളെ ഒഴിവാക്കാം. അപ്പോൾ കോഡ് ഫീ
ഈ ഫാമിലി കോർട്ടിലെ കോർട്ട് ഫീ അശാസ്ത്രീയമാണ്, അത് ഒഴിവാക്കണം. പിന്നെ അതുപോലെ തന്നെ രജിസ്ട്രേഷൻ വീണ്ടും ഈ പുതിയ നികുതികളും ഫീസുകളും വന്നിരിക്കുകയാണ്. അത് നമ്മുടെ റിയൽ എസ്റ്റേറ്റ് മേഖലയെ ബാധിക്കും സാർ. അതും ഒഴിവാക്കുന്നത് നന്നായിരിക്കും. കഴിഞ്ഞ തവണ നിങ്ങൾ ഭൂമിയുടെ ന്യായവില കൂട്ടി രജിസ്ട്രേഷൻ ഗണ്യമായി കുറയുന്ന കാഴ്ചയാണ് കണ്ടത്. അപ്പോൾ നമ്മുടെ വരുമാനമാണ് കുറയുന്നത്. ഇനി മണ്ഡല കാര്യത്തിലേക്ക് വന്നാൽ സാർ, ഞങ്ങൾ മണ്ഡലത്തിലൊരു കണ്ണം കൊണ്ട് പാലമുണ്ട്. ഇതിനാണ് ഇത്തവണ നിങ്ങൾ ഈ 5 കോടിയിൽ ഒരു വർക്ക് ചോദിച്ചല്ലോ. ഞങ്ങളോട് 5 കോടിയും ചോദിച്ചു, അപ്പുറത്ത് 10 കോടിയും ചോദിച്ചു. ഒരു പന്തിയിൽ 2 വിളമ്പൽ ശരിയല്ല. അതെ, ഒരു പന്തിയിൽ 2 വിളമ്പൽ ശരിയല്ല. എല്ലാ ജനങ്ങളും നമ്മളെ ടാക്സ് അടക്കുന്നത് കേരളത്തിൻ്റെ ട്രഷറിയിൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രതിപക്ഷ മണ്ഡലങ്ങളോടുള്ള ഈ വിവേചനം കഴിഞ്ഞ വർഷങ്ങളിലും അതുണ്ടായിട്ടുണ്ട്. ഞങ്ങളോട് 5 കോടി എന്ന് പറയാം, അപ്പുറത്ത് 10 കോടി കൊടുക്കുക. ഏതായാലും ഞാൻ പറയുന്നൊരു പോയിന്റ്, എനിക്ക് 5 കോടിയിൽ ഞാനൊരു പാലത്തിൻ്റെ പേരാണ് കണ്ണം കൊണ്ട് പാലാണ് കൊടുത്തത്. ഇത് 2022-23 1 കോടി അതിന് നീക്കിയിരിപ്പുണ്ട്. ഈ പ്രാവശ്യവും ഉണ്ട്. ഇപ്പോൾ 2 കോടിയായി. പക്ഷേ ഇതുവരെ അങ്ങയുടെ ഡിപ്പാർട്ട്മെൻറ്റ് അതിന് ഏസ് കൊടുത്തിട്ടില്ല. കാരണം അതിന് മൊത്തത്തിൽ ആ പാലത്തിന് 11 കോടി വേണമെന്നുള്ളതാണ്. ഇതൊരു മലയോര മേഖലയാണ്. മലവെള്ളപ്പാച്ചിലിൻ്റെ സമയത്തൊക്കെ അവിടെയുള്ള കോസ്വേ നിറഞ്ഞു കവിഞ്ഞ് ആ പ്രദേശം ഒറ്റപ്പെട്ടു പോകും. അപ്പോൾ അതുകൊണ്ട് അതിന് ഈ 2 തവണയായി ഇപ്പോൾ 2 കോടി വെച്ചല്ലോ, ഇത്തവണ അതിന് ഏസ് കിട്ടണം. മറുപടിയിൽ അത് പറഞ്ഞാൽ നന്നായിരുന്നു. പിന്നെ ഈ ബഡ്ജറ്റിലെ 274 പേജിൽ അതുപോലെ 1000 കോടി നിർമ്മാണ മേഖല സജീവമാക്കാൻ വേണ്ടി മാറ്റിവെക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്താണെന്ന് പറയുന്നില്ല. വിശദാംശം പിന്നീട് പറയുന്നത്. ആയിക്കോട്ടെ, അവിടെ 1000 കോടി ഇന്ന കാര്യത്തിനാണെന്ന് പറഞ്ഞുകൊണ്ട് അത് തെറ്റല്ല. പക്ഷേ അതിലെനിക്കൊരു നിർദ്ദേശമുള്ളത്, നമ്മുടെ നാട്ടിലെ ഗ്രാമീണ റോഡുകളെല്ലാം തകർന്ന് കിടക്കുകയാണ്. PWD റോഡ് തകരാഞ്ഞിട്ടല്ല, നന്നാക്കാൻ PWD ഉണ്ട്. ഈ ഗ്രാമീണ റോഡ് ആര് നന്നാക്കും? പഞ്ചായത്തുകൾ നന്നാക്കണം. അവരെ കയ്യിൽ പണമില്ല. MLA ഫണ്ട് കൊണ്ട് മാത്രം എൻ്റെതുപോലെ 140 കിലോമീറ്റർ വിസ്തൃതിയുള്ള ഒരു നിയോജക മണ്ഡലം, ഒരറ്റം മുതൽ ഒരറ്റം വരെയാണ് 140 കിലോമീറ്റർ എന്ന് ഞാൻ പറഞ്ഞത്. അതുപോലെ ചില മണ്ഡലങ്ങളൊക്കെ ഉണ്ട്. ഗ്രാമീണ റോഡുകൾ 4, 5, 6 കിലോമീറ്റർ നീളമുള്ളത് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. അത് നന്നാക്കാൻ ഗ്രാമീണ റോഡുകൾക്കൊരു സ്കീം ഈ നിർമ്മാണ മേഖല തന്നെ സജീവമാകും. നിങ്ങൾ ഈ 1000 കോടിയിൽ വെക്കണം. MLA-മാരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കണം എന്നുകൂടി ഈ സന്ദർഭത്തിൽ പറയണം സാർ. പിന്നെ ഈ ബഡ്ജറ്റിൽ കുറേ രാഷ്ട്രീയ പരാമർശങ്ങളുണ്ട്. ഞങ്ങൾക്കെതിരെ തിരിച്ചുവിടുന്ന കുടിലതന്ത്രം എന്താണ്? നിങ്ങൾക്കെതിരെ തിരിച്ചുവിടുന്നത് പെൻഷൻ കൊടുക്കാത്തത്, സപ്ലൈകോയിൽ സാധനം എത്താത്തത്, റേഷൻ ഷാപ്പിൽ വരുന്നത് റേഷൻ മുടങ്ങുന്നത്, സർക്കാർ ആശുപത്രികളിൽ മരുന്നില്ലാത്തത്, ഇതിലെ പല സ്കീമുകളിൽ നിന്നും പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ മാറിയത്, ഇതൊക്കെ ഞങ്ങൾ ചെയ്തതാണോ? ഈ ബഡ്ജറ്റിൻ്റെ പ്രസംഗത്തിൽ പറയാണ് ഞങ്ങളെ പിന്തുണക്കേണ്ട ജനവിഭാഗത്തെ ഞങ്ങൾക്കെതിരാക്കുകയാണെന്ന്. അപ്പോൾ അത് ഞങ്ങളാരും ചെയ്തതല്ല, അത് നിങ്ങൾ തന്നെ ചെയ്തതാണ്. നിങ്ങൾ തന്നെ ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് ആ പരാമർശം ഒരു ബഡ്ജറ്റിൻ്റെ ഒരു പവിത്രതക്ക് അത് ഒഴിവാക്കുന്നതാണ് നല്ലത്. ഞങ്ങളാരും ചെയ്ത കുറ്റമല്ല, ഇതൊക്കെ നിങ്ങളെടുത്ത് വന്ന വീഴ്ചകളാണ്. പിന്നെ നൗഷാദെ ഒച്ചുണ്ടാക്കല്ല. പിന്നെ ഈ സ്വകാര്യ മേഖലയെ വല്ലാതെ വാരിപ്പുണർന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് PBക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. 2023 PBയുടെ നിലപാട് ഇതായിരുന്നു. എന്തായാലും ഒന്ന് ഞാനിവിടെ പറയാം, നിങ്ങൾ ഈ TP ശ്രീനിവാസനോട്, അതുപോലെ ഇതിനു വേണ്ടി അന്ന് സ്വാശ്രയ കോളേജുകൾക്കെതിരെ, അതുപോലെ തന്നെ വിദേശ സർവകലാശാലകൾക്കെതിരെയൊക്കെ നിങ്ങളുടെ നടപടിയുടെ ഭാഗമായി ഇവരൊക്കെ നിങ്ങൾ അപമാനിച്ചിട്ടുണ്ട്. അവരോടൊക്കെ മാപ്പ് പറയണം. PB അറിയാത്ത സംഗതിയാണെങ്കിൽ ഇവിടെ ഫിനാൻസ് മിനിസ്റ്റർ, നമ്മുടെ ധനകാര്യമന്ത്രി കുറച്ച് ഒരു ജാഗ്രതക്കുറവുണ്ടായോ എന്ന് ഞാനിവിടെ ഒരു സന്ദേഹം പ്രകടിപ്പിക്കുകയാണ്. കാരണം ഇപ്പോൾ വിദേശ സർവകലാശാലകളെക്കുറിച്ചും അതുപോലെ തന്നെ സ്വകാര്യ സർവകലാശാലകളൊക്കെ വളരെ ഗംഭീരമായിട്ട് ചർച്ച ചെയ്യപ്പെടുകയാണ്. പിന്നെ ബഡ്ജറ്റിൽ പറയുന്നത് മണൽ വാരിയും പിന്നെ ആക്രി വിറ്റും 400 കോടി ഉണ്ടാക്കുന്നതാണ്. ഇതൊക്കെ ഒരു സ്ഥിരം ക്ലീഷയാണ്. ഇപ്പം കേരളത്തിലൊരു ക്ലീഷേ ചർച്ചകളുടെ കാലമാണല്ലോ. തോമസ് ഐസക്ക് മുമ്പ് മണൽ വാരിയിട്ട് 1000 കോടി കിട്ടി, പിന്നെ മലമ്പുഴയിൽ ചളി വാരിയിട്ട് 1000 കോടി കിട്ടി. ഇതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അതുപോലെ തന്നെ ഇസ്ലാമിക് ബാങ്കിൽ നിന്ന് 2000 കോടി വാങ്ങി. ഈ ജാതി യാഥാർത്ഥ്യബോധമില്ലാത്ത വർത്തമാനങ്ങൾ ഒഴിവാക്കണമെന്ന് പറയും. ഒറ്റ കാര്യം കൂടി സാർ, ഇന്ന് നമ്മുടെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ വലിയ സമരം നടക്കുന്നത് ഒന്ന് ഭിന്നശേഷിക്കാരുടെ സമരമാണ്. അവർക്ക് അങ്ങനെ നമ്മളതിനെ രാഷ്ട്രീയമായിട്ട് ഒന്നും കാണേണ്ടതില്ല. പാവപ്പെട്ട ഭിന്നശേഷിക്കാർ അവരുടെ ആനുകൂല്യങ്ങൾ മുടങ്ങിയതിനെതിരായ സമരമാണ്. അതിൽ ഗവൺമെൻറ് അതിശക്തമായിട്ട് ഇടപെടണം. പോലീസ് റാങ്കിലെ നിയമനം, റാങ്കിൻ്റെ കാലാവധി അവസാനിക്കുന്നു, ഞങ്ങളെ നിയമിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ ചെറുപ്പക്കാർ, എല്ലാ ട്രെയിനിങ്ങും പരിശീലനമൊക്കെ പൂർത്തിയാക്കിയ ചെറുപ്പക്കാർ അവിടെ പ്രക്ഷോഭത്തിലാണ്. ഈ 2 വിഷയവും ഈ സഭയുടെ ശ്രദ്ധയിൽ പെടുത്തിക്കൊണ്ട് ഈ ബഡ്ജറ്റിലുള്ള എൻ്റെ വിയോജിപ്പുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം ഉപസംഹരിക്കുന്നു.